കോഴിക്കോട് കൂടരഞ്ഞിയിൽ പോളണ്ടിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. ഫ്ലീജൻ ഓവർസീസ് എന്ന സ്ഥാപനത്തിനെതിരെ പ്രതിഷേധവുമായി പണം നഷ്ടപ്പെട്ട 45ഓളം ആളുകൾ രംഗത്തെത്തി. 130-ലധികം ആളുകളിൽ നിന്നായി 3 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ആരോപണം പുഷ്പഗിരി സ്വദേശികളായ മാവേലിമണ്ണിൽ ജൈനറ്റ് ചാക്കോ, സഹോദരൻ ജെയിൻ ചാക്കോ എന്നിവർക്കെതിരെ. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആകാശ്, ഗൗരവകരമായിട്ടുള്ള ഒരു തട്ടിപ്പ് പരാതിയാണ് ഉയർന്നത്. എന്താണ് പരാതിക്കാർ പറയുന്നത്? സ്വാതി, 2022 മുതൽ ഈ തട്ടിപ്പ് നടന്നതായാണ് ഇപ്പോൾ ഈ പരാതിക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും 50,000 മുതൽ 4 ലക്ഷം രൂപ വരെ ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്ന് വിസയ്ക്കായി, പോളണ്ടിലേക്കുള്ള വിസയ്ക്കായി ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പറയുന്നത്. ഏകദേശം 130-ലധികം പേർ, സംസ്ഥാനത്തുടനീളം 130-ലധികം പേർ ഈ വിസയുടെ ആവശ്യത്തിനായി ഇവരെ സമീപിക്കുകയും ഇവരിൽ നിന്ന് ഏകദേശം 3 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തതായാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ തന്നെ പറയുന്നത്. അതിൽ പുഷ്പഗിരി സ്വദേശികളായ മാവേലിമണ്ണിൽ ജനറ്റ് ചാക്കോ, സഹോദരൻ ജെയിൻ ചാക്കോ എന്നീ 2 ഡയറക്ടർമാർ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇതിനെതിരെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവർ, ഈ കൂടരഞ്ഞി പ്രദേശത്തുള്ളവർ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം നടത്തി. ഈ നാട്ടുകാർ തന്നെ ഇത്തരം വിസ തട്ടിപ്പ് നടത്തിയതായി വലിയ ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിൻ്റെ ഭാഗമായി FIR വിട്ടിട്ടുണ്ട്. ഫ്ലീജിയൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഫ്ലീജിയൻ ഓവർസീസ് എന്ന് പറയുന്ന ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആയിരുന്നു ഇത്. ഏകദേശം 2022 മുതൽ ഈ പോളണ്ടിലേക്കുള്ള വിസ വാഗ്ദാനം നൽകിക്കൊണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങുകയും വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുകയുമായിരുന്നു. കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ പരാതിക്കാരിൽ നിന്ന് തന്നെ ഏകദേശം 1,80,000 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയതായി പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ 50,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ഒരാളെ കയ്യിൽ വിസ നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഇവർ വഞ്ചിച്ചതായാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കൂടരഞ്ഞി ഭാഗങ്ങളിൽ ഇതിൽ തട്ടിപ്പിന് ഇരയായവർ വലിയ പ്രതിഷേധം നടത്തി. നാട്ടുകാരെ ശ്രദ്ധിക്കണം എന്നുൾപ്പെടെ ബോർഡും വലിയ പ്ലക്കാർഡും ഉപയോഗിച്ചുള്ള പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഭാഗമായി ഈ 2 ഡയറക്ടർമാരെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഇവർ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളും വിസയ്ക്ക് ആവശ്യമായ ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഇതുവരെ ഈ പണം വാങ്ങിയ ആളുകളിൽ നിന്ന് ഇതുവരെ ഒരു പൈസ പോലും, 1 രൂപ പോലും തിരിച്ച് ഇവർ നൽകിയില്ല. ഇവർ പലതവണ ഈ വിസ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവർ പലതവണ ഇവരുമായി ബന്ധപ്പെടുകയും അവരുടെ തുക തിരിച്ചു നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഡയറക്ടർമാർ ഇതിന് മുതിർന്നില്ല. അവരെല്ലാം തന്നെ ഇവരെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അങ്ങനെ വർഷങ്ങളായിട്ട് പോലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാതെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി ഈ യുവാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പോളണ്ടിലേക്കുള്ള വിസ നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 3 കോടി രൂപയോളം ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഉടനീളം 130-ലധികം ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിന് വലിയ രീതിയിലുള്ള ആകാശ്, എന്തായാലും വലിയ തട്ടിപ്പാണ്, ഗൗരവകരമായിട്ടുള്ള തട്ടിപ്പാണ്. അതിലാണ് ഇപ്പോൾ പരാതിക്കാർ രംഗത്ത് എത്തിയിരിക്കുന്നത്.